പ്രപഞ്ചത്തിന്റെ താളമായ സംഹാരത്തിന്റെ മൂർത്തിയായ യോഗീശ്വരനായ മഹാദേവൻ. ഏതൊരാൾക്കും ഭക്തിയുടെയും ആരാധനയുടെയും മാത്രം രൂപമായ ശിവനെ എന്നാൽ കാലാതീതമായ ഒരു പ്രണയകഥ പറയാനുണ്ട്. അത് കേവലം ഒരു ദേവകഥയല്ല. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയുടെ എല്ലാം അടിസ്ഥാനമായ ശക്തിയും ശിവനുമായുള്ള അനശ്വര ബന്ധത്തിന്റെ കഥയാണ്. ഹൈന്ദവ തത്വചിന്തയിൽ പ്രണയം എന്ന വാക്കിനപ്പുറമാണ് ശിവന്റെയും ശക്തിയുടെയും ബന്ധം. ശിവൻ പുരുഷൻ, നിശ്ചലമായ ബോധം; ശക്തി പ്രകൃതി, ചലനാത്മകമായ ഊർജം. ഈ രണ്ടെണ്ണവും ഒന്നായി ചേരുമ്പോഴാണ് പ്രപഞ്ചം പൂർണ്ണമാകുന്നത്. ഒന്ന് മറ്റൊന്നില്ലാതെ അപൂർണം. ഈ ഏകത്വമാണ് അവരുടെ പ്രണയത്തിന്റെ കാതൽ. ശിവന്റെ ആദ്യ പ്രണയമായിരുന്നു ദക്ഷന്റെ പുത്രിയായ സതി. ലോകത്തിന്റെ കൺമുന്നിൽ വെച്ച് ശിവനെ ഭർത്താവായി സ്വീകരിക്കാൻ സതി കാണിച്ച ധൈര്യവും ആത്മസമർപ്പണവും മഹത്തരമായിരുന്നു. എന്നാൽ ശിവനെ അംഗീകരിക്കാൻ മടിച്ച ദക്ഷൻ നടത്തിയ യാഗത്തിൽ വെച്ച് ഭർത്താവിന് നേരെയുള്ള അധിക്ഷേപങ്ങൾ സഹിക്കാനാവാതെ സതി അഗ്നിയിൽ ആത്മാഹൂതി ചെയ്തു. സതിയുടെ വേർപാട് ശിവനെ തകർന്നു. തീവ്രമായ ദുഃഖം ക്രോധമായി മാറി. സതിയുടെ മൃതദേഹവുമായി കൈലാസനാഥൻ നടത്തിയ താണ്ഡവ നൃത്തം ലോകത്തെ തന്നെ പ്രകമ്പനം കൊള്ളിച്ചു. ശിവന്റെ ഈ ദുഃഖം ഭൗതികമായ എല്ലാ ആസക്തികളെയും ഉപേക്ഷിച്ച യോഗിയിലും ആഴമേറിയ പ്രണയവും വിരഹവും ഉണ്ടാകുമെന്ന് നമ്മളെ പഠിപ്പിച്ചു. ശിവന്റെ പ്രണയം വെറും അനുരാഗമായിരുന്നില്ല, അത് ആത്മബന്ധമായിരുന്നു. കാലം മുന്നോട്ട് പോയി. സതി ഹിമവാന്റെ പുത്രിയായ പാർവതിയായി പുനർജനിച്ചു. താൻ പ്രണയിച്ചവനെ, തന്റെ ഭർത്താവിനെ വീണ്ടും നേടാൻ പാർവതി കഠിനമായ തപസ് അനുഷ്ഠിച്ചു. ശിവനാകട്ടെ സതിയുടെ വേർപാടിന് ശേഷം കഠിനമായ ധ്യാനത്തിലായി. ലോകത്തിന്റെ യാതൊരു കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാതെ ഒരു പരമയോഗിയായി. ശിവന്റെ ധ്യാനം തകർക്കാൻ ദേവന്മാർക്ക് പോലും കഴിഞ്ഞില്ല. എന്നാൽ ശിവനെ തന്റെ തപസ്സിന്റെ തീവ്രതയിലൂടെ പാർവതി തിരിച്ചറിഞ്ഞു. പ്രണയം യാചിക്കുകയായിരുന്നില്ല, അത് അർഹതയിലൂടെ നേടിയെടുക്കുകയായിരുന്നു. ശിവനും പാർവതിയും തമ്മിലുള്ള ബന്ധം ആദർശപരമായ ഒരു ദാമ്പത്യമാണ്. അവിടെ സമത്വമുണ്ട്, വാത്സല്യമുണ്ട്, വാദപ്രതിവാദങ്ങളുണ്ട്. ശിവൻ പാർവതിക്ക് വേദങ്ങളും യോഗയുടെ രഹസ്യങ്ങളും ഉപദേശിച്ചു. പാർവതിയാകട്ടെ ശിവന്റെ ചിന്തകൾക്ക് ജീവനുള്ള രൂപം നൽകി. ശിവന്റെ പകുതി ശരീരത്തിൽ ശക്തിയുടെ രൂപമായി പാർവതി നിലകൊള്ളുന്നു. ഇത് സൂചിപ്പിക്കുന്നത് പ്രണയമെന്നാൽ രണ്ട് ശരീരത്തിലെ ഒരു ആത്മാവാണ് എന്ന തത്വമാണ്. അവർ തമ്മിലുള്ള സംഭാഷണങ്ങളാണ് ലളിതാ സഹസ്രനാമം പോലുള്ള പല ഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനം. അവിടെ പ്രണയം വിജ്ഞാനത്തിന്റെയും തത്വചിന്തയുടെയും അടിസ്ഥാനമായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, ശിവന്റെ പ്രണയം ഒരു സാധാരണ പ്രണയകഥയല്ല. അത് ത്യാഗമാണ്, നിശ്ചയദാർഢ്യമാണ്, സമത്വമാണ്, ഏറ്റവും പ്രധാനമായി പൂർണ്ണതയാണ്. ശിവനും ശക്തിയും പരസ്പരം വിട്ടുപിരിഞ്ഞു നിൽക്കുമ്പോൾ ലോകം നിശ്ചലമാകുന്നു. അവർ ഒന്നിക്കുമ്പോൾ പ്രപഞ്ചം ചലനാത്മകമാകുന്നു. ഈ അനശ്വര പ്രണയമാണ് ഓരോ ഭാരതീയ മനസ്സിലെയും ആത്യന്തികമായ സത്യം.